ഇന്ന് ചെട്ടികുളങ്ങര കുംഭഭരണിയാണ്. അപ്പൊ ഇവിടത്തെ കുംഭഭരണിക്ക് ഞാൻ പോയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ കുംഭഭരണി സ്പെഷ്യൽ ആയിട്ടുള്ള കൊഞ്ചും മാങ്ങ ഉണ്ടാക്കാന്ന്. കൊഞ്ചും മാങ്ങ ഉണ്ടല്ലോ, ചെട്ടികുളങ്ങരക്കാർക്ക് ഒരു ഇമോഷൻ തന്നെയാണ്. അപ്പൊ ഈ കുംഭഭരണി നാളില് സദ്യക്കൊപ്പം നമ്മൾ വിളമ്പുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് തന്നെയാണ് കേട്ടോ ഈ കൊഞ്ചും മാങ്ങയും. ഇതിന് പിറകിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് 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 ഒരു കുംഭഭരണി നാളിൽ ഒരു അമ്മയ്ക്ക് കുത്തിയോട്ട ഘോഷയാത്ര കാണാൻ പോകണമായിരുന്നു. പക്ഷെ അവര് കൊഞ്ചും മാങ്ങ ഉണ്ടാക്കുമായിരുന്നു. ആ കൊഞ്ചു മാങ്ങ പാകമായിട്ടുണ്ടായിരുന്നില്ല. അത് പാകമാവാൻ അത്യാവശ്യം സമയം എടുക്കുമായിരുന്നു. അപ്പം ഇത് പാകമായിട്ട് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഈ ഘോഷയാത്ര കടന്നു പോയില്ലേ. അപ്പൊ ഈ അമ്മയാണെങ്കിൽ ആ കൊഞ്ചുമാങ്ങ അടുപ്പിൽ അങ്ങനെ വെച്ചിട്ട് ചെട്ടികുളങ്ങര അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഘോഷയാത്ര കാണാൻ പോകണമല്ലോ, നീ എൻ്റെ ഈ കൊഞ്ചുമാങ്ങയൊന്ന് കാത്തോളണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ അമ്മ ഘോഷയാത്ര കാണാൻ പോയി. പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ കൊഞ്ചുമാങ്ങയെ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് മേലെ ഇല കൊണ്ട് മൂടി കുറച്ച് പുഷ്പമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ആ അമ്മയ്ക്കുണ്ടല്ലോ ഭയങ്കര അത്ഭുതമായി. ആരാ ഇത് ചെയ്തതെന്ന് അറിയില്ല. അപ്പോഴുണ്ടല്ലോ അവിടെ ഒരു ആശരീരി കേട്ടോ, നീ അല്ലേ പറഞ്ഞത് നിന്റെ കൊഞ്ചും മാങ്ങയും കാത്തോളണേന്ന്.